ഗായ്സ്, ലെച്ചസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നന്ദൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അച്ഛതാ കുഞ്ഞാവേനെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മിന്നു, നീതു എല്ലാവരും ഉണ്ട്. അപ്പം ഇന്ന് കുറച്ച് ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. കുഞ്ഞാവൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കാണെങ്കിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല, നിങ്ങൾ ഏതായാലും എടുത്ത് വെച്ചോളി, ഒക്കെ കഴിഞ്ഞിട്ടേക്ക് ഫോട്ടോ കറക്റ്റ് ടൈമിന് കിട്ടിയാൽ മതി എന്ന് ഞാൻ ആദ്യമേ നീതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീതും മിന്നും സീനും നന്ദും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഓരോ ഡ്രസ്സ് എടുത്ത് മാറ്റി മാറ്റി ഇട്ടാണ് കുഞ്ഞാവേനെ ഒരുക്കുന്നത്. ആൾക്കാണെങ്കിലോ ഇതിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചിലായി പോയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. കാരണം ഈ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോന്ന് കുത്തിക്കയറ്റലും ഇവരെല്ലാവരും ഒച്ചപ്പാടും ബഹളവും ഒക്കെ പാടെ കണ്ടിട്ട് കുഞ്ഞാവയ്ക്ക് ആകെപ്പാട് ഇറിറ്റേറ്റ് ആവണ്ടായിരുന്നു. ഇതൊന്നും പോരായിട്ടാണ് നീതുതാ തലയിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും വെച്ച് കയറ്റുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ട് കുഞ്ഞാവയ്ക്ക് അവസാനം അങ്ങനെ ഇവരിങ്ങനെ ഫോട്ടോ എടുപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ഏതായാലും വരാത്തതുകൊണ്ട് മിന്നുവിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടേന് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വെക്കൊണ്ട് നമുക്കൊക്കെ സെറ്റ് ആക്കണ്ടേ. ഞാൻ പറയേണ്ട താമസമുള്ളൂ ഇതിന്. മിന്നു ഞാൻ എടുത്തോളാം, നിങ്ങളെ പണിയെടുത്തോളി എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞേച്ചു. അങ്ങനെ അവളെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ കാണണേ. അപ്പോൾ സിനുവിൻ്റെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദി ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ചൊന്നും എടുത്ത് നോക്കട്ടെ, അപ്പം എൻ്റെ ഫോട്ടോസും കൂടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും സെലക്ട് ചെയ്യാലോ പറഞ്ഞിട്ട് അവനും വേഗം നീതുവിൻ്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോയി അങ്ങോട്ട് ഹോമാക്കി തന്നെയാണ്. അപ്പോൾ ഇവർ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാണ് പണി. ഞാൻ കുഞ്ഞാവേൻ്റെ ഓരോ ഡ്രസ്സൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തിങ്ങ് മടക്കി വയ്ക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലേന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ഫോട്ടോ എടുക്കലതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് സമാധാനമായല്ലോ എന്നുള്ള കോലത്തിലാണ് രജമായി വന്നെടുത്തപ്പോൾ കുഞ്ഞാവൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലായി. ആളെപ്പാടെ ദേഷ്യം വന്ന് സങ്കടം വന്ന് ഒക്കെ എന്താ പറയുക, പോലെ ഫോട്ടോ എടുപ്പ് നിർത്തിയാൽ മതി എന്നുള്ള അവസ്ഥയ്ക്ക് ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അമ്മായി എടുത്തപ്പോഴാണ് ഓൾക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനമായത്. അപ്പം അതിൻ്റെ ഇടയിൽ പാറു ഇവിടെ TV കണ്ട് ഒത്തിരിക്കുന്നുണ്ട്. ഓള് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ കൊച്ചു TV ആണ് തുറന്നാണ്ടാണ്ട് അതിൻ്റെ മുന്നിലിരുന്ന്. അപ്പോൾ പിന്നെ ഞാനിവിടെ ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അമ്മായി കുറേ ആളെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കുന്നുണ്ട്. പക്ഷെ ആളെങ്ങനെയായാലും സമ്മതിച്ചു കൊടുക്കണില്ല, കരച്ചിലാണ്ട് മാറ്റി കൊടുക്കണില്ല. അപ്പോൾ സീനു ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മായിക്ക് ഒരു നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അമ്മായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫോട്ടോ എടുക്കൊണ്ടും എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ആക്കിയാണ്ടൊന്ന് സെറ്റാക്കി തരുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ പ്രോ എഡിറ്ററായ സീനു ഉള്ളതുകൊണ്ട് പിന്നെ അവൻ തന്നെ ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടും തമാശ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോകുന്നുണ്ട്. എന്തായാലും രസമാണ്, എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ സമയം പോകാനൊന്നും ഇവിടെ വലിയ പ്രയാസമൊന്നുമില്ല. അമ്മായി അവളെ എങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ടും അവളെ കരച്ചിലങ്ങോട്ട് മാറണില്ലേനി. അപ്പം പിന്നെ ഞാൻ അവളെ വേഗം എടുത്താണ്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫീഡ് ചെയ്യാൻ കരുതിയിട്ട് റൂമിലേക്ക് നേരെ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മായി വന്നപ്പോൾ ഒരു പ്ലം കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് എടുത്തിങ്ങനെ പുറത്തേക്ക് വെച്ചപ്പോൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവിനൊന്ന് ഉറക്കിയാണ്ട് തൊട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോൾ പാറുവിനും ആട്ടണം പറഞ്ഞിട്ട് അവൾ കിടന്ന് ഇങ്ങനെ തൊട്ടിൽ ആട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കിടന്നുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് അച്ഛമ്മ വന്നുകൊണ്ട് മേലെ തൊടിയിൽ എന്തോ ചക്കപ്പഴം ഉണ്ട്, അത് പഴുത്തിന് തോന്നുന്നുണ്ട്, നിങ്ങളൊക്കെ പോയി നോക്കി തോട്ടിയെടുത്ത് പറിച്ചാൽ കിട്ടണോടത്താണ്, എനിക്ക് പോയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായിനോട് പറഞ്ഞത്. അപ്പം അമ്മായി ഞാൻ പോയൊക്കെ പറഞ്ഞപ്പോൾ പാറും നീതും അമ്മായിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഞാനും പോട്ടെ വീഡിയോ എടുക്കാമല്ലോ പറഞ്ഞിട്ട് അവളും പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എന്താ കുഴപ്പമില്ലല്ലോ, നമുക്കൊരു വീഡിയോ കിട്ടില്ലായത് ഞാനും പറഞ്ഞേച്ചാളെ. അപ്പോൾ അമ്മായി കയറിപ്പോണ ഈ ഭാഗമാണ് ഞങ്ങൾ തറവാട് വീടാണ് കാണുന്നത്. ഞാനാണെങ്കിൽ ഇതുവരെ ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ പോയി നോക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ചക്കപ്പഴം എവിടെയാണോ അതിൻ്റെ മരം എവിടെയാണെന്നോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അവർ പോയിട്ട് ചക്കപ്പഴം പോയിട്ട് ബാക്കിയുള്ള എല്ലാ മരവും കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞത്, എനിക്കറിയില്ല എന്താ അവിടുത്തെ സ്ഥിതിയൊന്നും. അപ്പോൾ ഇവിടെ ഏതായാലും സാധനമൊന്നും ഇല്ലല്ലോ, അപ്പം നമുക്ക് താഴേക്ക് തന്നെ ഇറങ്ങി പോകാന്നുള്ള രീതിക്കായി അവസാനം. അപ്പോഴാണ് പാറു പറഞ്ഞത് എന്നാൽ പുളി വെറുക്കാന്ന്. അപ്പം തലേന്നേ അവൾ പുളി വെറുക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആളെ കിട്ടിയല്ലോ കൂട്ടിന്. അപ്പം അങ്ങനെ പുളി ഇറക്കാൻ വേണ്ടിയിട്ട് അവൾ താഴേക്ക് ഇറങ്ങി പോലൊക്കെ പാടെ.
ആ സമയത്താണ് ഇവിടുത്തെ തൊടിയത്തെ പുളിയൊക്കെ പെറുക്കി പെറുക്കി അമ്മായി നിന്ന്. അമ്മായിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പാറും നീതും എന്താ പറയുക, ഇവരൊക്കെ ഉണ്ട് പറ്റ ചെറിയ കുട്ടികളായ പോലെയാണ്. നമ്മൾ ഈ ഒരു LKG UKG പഠിക്കുന്ന കുട്ടികൾക്കാണല്ലോ ഇങ്ങനത്തെ പുളി അത് ഇത് എന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ പിന്നാലെ നടക്കല്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ഇത്ര വലുപ്പമായിട്ട് ഇതാ രജമ്മായിയാണ് ആദ്യം പുളി ഇറക്കാൻ മുന്നിൽ പായണത്. അപ്പോൾ ഇവിടുത്തതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ വരെ അപ്പുറത്തെ തൊടിയിലും കൂടി പോയി നോക്കാനാണ്ട് അപ്പുറത്തെ തൊടിക്ക് നേരെ ഇറങ്ങുന്നുണ്ട്. ഇവർ ഈ തൊടിയിൽ കൂടെ ഒക്കെ നടക്കുന്നത് നോക്കിക്കണ പണിയാണ് എനിക്കും നന്ദുവിനും സീനുവിനും. അപ്പോൾ അത്യാവശ്യം കുറച്ച് പുളിയൊക്കെ കയ്യിൽ പിടിച്ചാണ്ട് പാറും നീതും അമ്മായി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവരെ അടുത്ത ഉദ്ദേശം പറഞ്ഞാൽ ഉപ്പും മുളകും കൂട്ടി തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരവാണ് ഈ കാണുന്നത്. അങ്ങനെ പുളിങ്ങൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ഇവിടെ ഇതാക്കണം ചായയൊക്കെ കൊണ്ടുവന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഇപ്രാവശ്യം ഉപ്പുമാവ് ഉണ്ടായിന്, അതേപോലെ രജമായി കൊണ്ടുവന്ന കേക്കും കട്ട് ചെയ്യാൻ വെച്ച്. അമ്മയാണെങ്കിൽ ഇത് എല്ലാവർക്കും എത്തുന്ന വിധത്തിൽ വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇത് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ചുറ്റോറും നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മായിയും അച്ഛമ്മയും നന്ദു എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ആൾ തോനായതുകൊണ്ട് എങ്ങനെയായാലും ചെറുതാക്കി തന്നെ കട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഇവിടെ. അങ്ങനെ ചായ കൂടിയൊക്കെ ഒന്ന് പകുതിയായി നിന്ന് കറക്റ്റ് ടൈമിനൊക്കെയാണ് നമ്മൾ കുട്ടൻ്റെ എൻട്രി. കുട്ടൻ്റെ കൂടെ ആണെങ്കിൽ അത് കയ്യും പിടിച്ചതാ ഒരാൾ ഇസുമോൻ. ഇവനാണെങ്കിൽ ഇവിടെ നാട്ടിലേക്ക് എത്തിയാൽ പിന്നെ ഇവിടെ വരലോന് മസ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം കുട്ടൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ കുട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പാത്രം നിറച്ച് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാത്രത്തേക്കും കണ്ണ് നട്ട് കാത്തുക്കുക എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന്. അപ്പം എല്ലാവരും ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ട്, പലഹാരങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇവർ മേടിച്ചതല്ല, അപ്പോൾ ഞങ്ങൾ സ്വന്തം വിച്ചാത്ത ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വിച്ചാത്തൻ്റെ ഫുഡ് പറഞ്ഞാൽ അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ സാധനം കൊണ്ടുവരേണ്ട താമസം ഉണ്ടാവുള്ളൂ ഇവിടെ കഴിയാൻ. ഇപ്പോൾ കൊണ്ടുവന്ന് അതേ കണക്കിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് സാധനം വേഗം തീർത്തുണ്ട്. അപ്പോൾ ഇസുമോനെ ഞങ്ങളെടുത്ത് ഇരുത്തി കുറച്ച് നേരം സംസാരിക്കാനൊക്കെ നോക്കി. പക്ഷെ ആൾക്ക് എന്താ എല്ലാവരും പാടെ കണ്ടുകൊണ്ട് ഭയങ്കര മടിയാണ് ഇപ്രാവശ്യം. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞതാ നൈറ്റിക്കുള്ള ഫുഡ് സെറ്റാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെ സ്പെഷ്യൽ പറയണത് പച്ചക്കറി ബിരിയാണിയും ബ്രോസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് മിന്നു ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. എന്തേനും പച്ചക്കറി ബിരിയാണി അല്ല മിന്നാണ് പച്ചമുളക് കാബേജ് ഇനി അതൊക്കെ അരി ഇനി അതൊക്കെ മിന്നു അരിയുന്നതാണ്. അങ്ങനെ വിളക്ക് വയ്ക്കുന്ന ടൈമായപ്പോഴത്തേക്കിനും അച്ഛമ്മ അതാ വിളക്കൊക്കെ കത്തിച്ച് പോവാനുള്ള നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മിന്നു ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് എനിക്ക്. ഞാൻ കുഞ്ഞാവനെടുത്ത് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ ബ്രോസ്റ്റിനുള്ള സാധനമൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് രജമായി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടുന്ന് തന്നെ സാധനം വാങ്ങിയിട്ട് നേരെ പോകുന്നത് ഇങ്ങോട്ടേക്ക് പ്രാവശ്യം ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട്. ഫുഡിക്ക് വേണ്ട മയണൈസൊക്കെ ഓൾറെഡി സെറ്റാക്കിയാണ്ട് ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മിന്നു പറഞ്ഞു അത് മാത്രം എടുത്തില്ല കാരണം നിൻ്റെ അടുത്ത് ഫോൺ വെച്ചാണ്ട് അത് കൊണ്ടുപോയി കാണിച്ചു തരികയാണ് ഇപ്പോൾ.
അടുക്കളയിൽ ഫുഡിൻ്റെ പരിപാടി തകൃതിയായിട്ട് നടക്കണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചു. അപ്പോൾ നല്ല തണുപ്പായപ്പോൾ ഞാൻ കാലിന് സോക്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും അടുക്കളയിൽ ഭയങ്കര തിരക്കിലായപ്പോൾ അച്ഛമ്മ അതവിടെ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്. രാവിലെ മുതൽ നോമ്പാണെന്ന് പറഞ്ഞ് തന്നെ ആളതാ ബ്രോസ്റ്റ് ഉണ്ടപ്പോൾ നേരെ ചാടി കയറി ബ്രോസ്റ്റും കാലും കടിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ അച്ഛമ്മ അതുവരെ ടി വി കണ്ടുകൊണ്ടിരിക്കാനും എല്ലാവരും പണിയിലല്ലേ. അച്ഛമ്മയ്ക്ക് നേരം പോകാൻ ആകെ ടി വി ഇട്ട് കൊടുത്തു. അപ്പോൾ പാറു ആക്കണ ഒരു ബ്രോസ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പാത്രമൊക്കെ എടുത്ത് കഴുകിയൊക്കെയാണ്. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നതാ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞാവയ്ക്ക് പാലെടുത്ത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഏകദേശം എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഇവിടെ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നീതും സീനും അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ തല്ലൊക്കെ കൂടുന്ന സൗണ്ട് റൂമിൽ കിടന്ന് കേട്ടു. പക്ഷേ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകാൻ പോകുന്നപ്പോൾ മിന്നു എൻ്റെ പിന്നാലെ അതും വീഡിയോ എടുക്കണം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ കൂടിയതാണ്. അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കയറി വന്നതാണ് ലാലു. അപ്പോൾ ഞാൻ ലാലുവിന് ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഈ ഇരിക്കണ ഇരുത്തം നോക്കിയിട്ടൊന്നും കാര്യമില്ല. ആളെപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ഒരു ഇരുത്തം ഇരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എന്താ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്ന് വാവയുടെ ഫസ്റ്റത്തെ ക്രിസ്മസും കൂടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിച്ചെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ലെജസ് വ്ലോഗ്.